സോ ഇനിയുള്ളത് ഗസറ്റഡ് ബേസ്. ഓക്കെ, ഒരു കോളം ബേസിൻ്റെ ടൈപ്പ് തന്നെയാണ് സ്ലാബ് ബേസ് പോലെ തന്നെ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി ഹെവിലി ലോഡഡായിട്ടുള്ള സാധനങ്ങൾ വരുമ്പോഴാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ താഴെ ഒരു ബേസ് പ്ലേറ്റ് ഉണ്ടാവും, അതിൻ്റെ മുകളിൽ ഒരു ഗസറ്റ് പ്ലേറ്റും ഗസറ്റ് ബേസും ഉണ്ടാവും, ഗസറ്റ് ആംഗിളും ഉണ്ടാവും. അതായത് ഈ ഫിഗർ കാണിച്ചിരിക്കുന്ന പോലെ കുറച്ച് തിക്നെസ് റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു വലിയ ഗസറ്റ് ബേസും അതിൻ്റെ മുകളിൽ ഗസറ്റ് പ്ലേറ്റ് എന്ന് പറഞ്ഞ് കണ്ടാൽ നിങ്ങൾ, അതായത് ഗസറ്റ് പ്ലേറ്റ്, അതായത് ഈ കോളത്തിൻ്റെ സൈഡിൽ അതിൻ്റെ കൂടെ അതിൻ്റെ ഇപ്പുറത്തായിട്ട് ഒരു ഗസറ്റ് ആംഗിളും കൊടുക്കും. സോ അതെന്ന് പറയുന്നത് ബോൾട്ടഡ് കണക്ഷൻ വഴിയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. സോ ടോട്ടൽ സൈഡിലോട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഒരു കോളത്തിൻ്റെ സ്പെസിഫിക്കേഷൻ ISHB 400 എന്ന് തന്നിട്ടുണ്ട്, ലോഡ് തന്നിട്ടുണ്ട്, ഫാക്ടേഡ് ലോഡാണ്, അല്ലെങ്കിൽ ഫാക്ടേഡ് ആക്കണം. ദെൻ ഈ പ്ലേറ്റ് റെസ്റ്റ് ചെയ്യുന്നത് M20 കോൺക്രീറ്റ് ഫൗണ്ടേഷൻ്റെ മേളിലാണെന്നാണ് പറയുന്നത്. ദെൻ ഡയമീറ്റർ ഓഫ് ബോൾട്ടും തന്നിട്ടുണ്ട്. സോ വേണ്ട ലോഡൊക്കെ നമ്മൾ നോക്കി വെച്ച് എല്ലാം ഗിവൻ ഡേറ്റ എടുത്തെഴുതി. ദെൻ ISHB 400ൻ്റെ പ്രോപ്പർട്ടി SP6 അല്ലെങ്കിൽ സ്റ്റീൽ ടേബിളിൽ നോക്കിയിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം എഴുതി വയ്ക്കുക. ദെൻ നമ്മൾ മറ്റേ സ്ലാബ് ബേസിലെ പോലെ തന്നെ ചെയ്യുക. അലോവബിൾ ബെയറിംഗ് പ്രഷർ കണ്ടുപിടിക്കുകയാണ്. അതിന് M20 ഗ്രേഡ് കോൺക്രീറ്റ് ആണ്. അതിൽ FCK വാല്യൂ 20 Nm². സോ ബെയറിംഗ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ 0.45 × FCK, ദെൻ 9 എന്ന് കിട്ടും. ദെൻ അത് വെച്ചിട്ട് ഏരിയ കാണാൻ വേണ്ടി P/, ബെയറിംഗ് സ്ട്രെങ്ത്. സോ ഒരു ഏരിയ കിട്ടും. ആ ഏരിയനെ ഒരു ഏകദേശം ആ ഏരിയ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ആംഗിൾ സെക്ഷൻ അസ്യൂം ചെയ്യണം. അപ്പോൾ 2 സൈഡിലുണ്ട്, അപ്പോൾ 2 ആംഗിൾ സെക്ഷനും വേണം. ഗസറ്റ് പ്ലേറ്റിന് ഒരു തിക്നെസ്സും കൂടി വേണം. സോ ഗസറ്റ് പ്ലേറ്റിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 10 ആയിട്ട് അസ്യൂം ചെയ്യാം. ദെൻ 2 ഗസറ്റ് ആംഗിൾ പറഞ്ഞിട്ട് ഒരു ആംഗിൾ സെക്ഷൻ എടുത്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റഫായിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക ടോട്ടൽ ഏരിയ വരുന്നത്. അതുകൊണ്ടാണ്, എന്നിട്ട് നമ്മൾ പ്രൊസീഡ് ചെയ്താൽ മതി. സോ സൈസ് ഓഫ് ബേസ് പ്ലേറ്റിൻ്റെ സൈസ് കണ്ടുപിടിക്കാൻ ആദ്യം നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കണം. സോ ലെങ്ത്ത് കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് വിഡ്ത്ത് ഓഫ് കോളം പ്ലസ് 2 × തിക്നെസ് ഓഫ് ഗസറ്റ് ആംഗിൾ പ്ലസ് 2 × തിക്നെസ് ഓഫ് ഗസറ്റ് പ്ലേറ്റ്. സോ അതായത് കോളത്തിൻ്റെ വിഡ്ത്ത്, നമ്മുടെ കോളത്തിൻ്റെ വിഡ്ത്തും അതിൻ്റെ കൂടെ 2 ഗസറ്റ് പ്ലേറ്റിൻ്റെ തിക്നെസ്സും 2 ഗസറ്റ് ആംഗിളിൻ്റെ തിക്നെസ്സും, അതാണ് നമ്മൾ വിഡ്ത്തായിട്ട് അസ്യൂം ചെയ്യുന്നത്. സോ 400 പ്ലസ് 2 × ഗസറ്റ് പ്ലേറ്റിൻ്റെ തിക്നെസ് 10 പ്ലസ് 2 × ഗസറ്റ് ആംഗിളിൻ്റെ ആ ഒരു ഇത് ഇപ്പോൾ 75 നമ്മൾ ഈക്വൽ അല്ല അൺഈക്വൽ എന്നുള്ള രീതിയിൽ എടുത്തു. ഒരു 75 ആണ് കണക്ഷൻ വന്നേക്കുന്നതെന്നുള്ള ഇതിലാണ് കൺസെപ്റ്റിലാണ്. അപ്പോൾ ടോട്ടൽ അതിന് കൂടെ നമ്മൾ 2 സൈഡിലേക്ക് ഒരു പ്രൊജക്ഷൻ എന്ന രീതിയിൽ 5 mm 2 സൈഡിലിട്ടും കൂടെ അസ്യൂം ചെയ്തു. സോ അതിൻ്റെ 2 × 5 10 കൂടെ കൂട്ടി 580 കിട്ടി. ദെൻ ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ ഏരിയ / L ചെയ്തു, അതിനെ ഒന്ന് റൗണ്ട് ഓഫ് ചെയ്തു. സോ സൈസ് എന്ന് പറയുന്നത് 580/350. സോ അതിൻ്റെ ഏരിയ കണക്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടുപിടിച്ച ഏരിയ ഓഫ് ഗസറ്റ് ബേസിനെക്കാളും കൂടുതലാണെങ്കിൽ ഓക്കെയാണ്. ദെൻ നമ്മൾ ആക്ച്വൽ ബെയറിംഗ് പ്രഷർ കണ്ടുപിടിക്കുക P/, ഏരിയ. സോ അത് നമുക്ക് കിട്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് തിക്നെസ് ഓഫ് ബേസ് പ്ലേറ്റ് ആൻഡ് ഗസറ്റ് ആംഗിൾ, ഇപ്പോൾ രണ്ടിനും കൂടെ കമ്പൈൻഡ് തിക്നെസ് കണ്ടുപിടിക്കണം. അതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യുകയാണ്. അത് വെച്ച് ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ WL²/2. അത് ക്യാൻഡിലിവറിൽ UDL അപ്ലൈഡ് ആകുമ്പോഴുള്ള ഒരു ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷനാണ്. സോ ഇതൊരു ബേസിൽ എന്താ ഒരു ക്യാൻഡിലിവറിൻ്റെ ആക്ഷൻ പോലെയാണ് ശരിക്കും പറഞ്ഞാൽ നിൽക്കുന്നത്. സോ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ W എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കിട്ടിയ പ്രഷർ ഇൻറ്റു ലെങ്ത്ത് ചെയ്യും. സോ 8.66 × 580 ഇൻറ്റു ലെങ്ത്ത് LX എന്ന് പറഞ്ഞാൽ ടോട്ടൽ 75 - T. ഫിഗർ നോക്കിയാൽ മതി. സോ square/2 അത് വെച്ചിട്ട് നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കും. പിന്നെ നമ്മൾ മൊമെൻറ്റ് കപ്പാസിറ്റി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ മൊമെൻറ്റ് കപ്പാസിറ്റി കണ്ടുപിടിക്കും. ആ മൊമെൻറ്റ് കപ്പാസിറ്റിയിൽ നമ്മളിവിടെ കണ്ടുപിടിച്ച മൊമെൻറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് Z വാല്യൂ കണ്ടുപിടിച്ച് വയ്ക്കും.
ഇസഡ് വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ഇസഡിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നോർമലി ബേസ് പ്ലേറ്റ് റെക്റ്റാങ്കുലർ ആയതുകൊണ്ട് BD²/6 അല്ലെങ്കിൽ BT²/6 ആണ്. അതിൽ നിന്ന് നമ്മൾ തിക്നെസ്സും കൂടി നോക്കും. സോ ബേസ് പ്ലേറ്റിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ 26 എന്ന് പറഞ്ഞിട്ടാണ് കിട്ടിയത്. അല്ലെങ്കിൽ രണ്ടിൻ്റെയും കൂടെ കമ്പൈൻഡ് തിക്നെസ്സാണ് 26. സോ ബേസ് പ്ലേറ്റിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ കമ്പൈൻഡ് തിക്നെസ്സിൽ നിന്ന് ഗസറ്റ് ആംഗിളിൻ്റെ തിക്നെസ് മൈനസ് ചെയ്യും. ഇത് ഗസറ്റ് ആംഗിളിൻ്റെ തിക്നെസ് 10 ആണ്. സോ 26 - 10 എന്ന് പറഞ്ഞാൽ 16 mm ആണ്. എന്നിട്ട് ബേസ് പ്ലേറ്റിൻ്റെ സൈസ് നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കും. ദെൻ കണക്ഷൻ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പണ്ടത്തെ പോലെ തന്നെ ഷിയർ കപ്പാസിറ്റിയും ബെയറിംഗ് കപ്പാസിറ്റിയും കണ്ടുപിടിക്കുകയാണ്. അതിൽ നമ്മൾ ചെറിയ തിക്നെസ് എടുത്തിട്ട് വേണം ചെയ്യാൻ, അതൊന്ന് ഓർത്താൽ മതി. പിന്നെ സിംഗിൾ ഷിയറാണ് വരുന്നത്, അതുകൊണ്ട് NNSൻ്റെ വാല്യൂ ഒക്കെ നോക്കിയിട്ട് അത് 0 ആയിരിക്കും വരുന്നത് NS. ദെൻ ബോൾട്ട് വാല്യൂ കണ്ടുപിടിച്ച് നമ്പർ ഓഫ് ബോൾട്ട് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ 50% ഓഫ് ആക്സിയൽ ലോഡ് ബൈ ബോൾട്ട് വാല്യൂ ആണ്. ഇപ്പോൾ ലോഡിൻ്റെ 50% ഇങ്ങോട്ടേക്ക് എത്തുന്നതെന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്, കാരണം ഈക്വലായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുള്ള കൺസെപ്റ്റിൽ. സോ അത് വെച്ചിട്ട് എത്ര ബോൾട്ട് ഉണ്ടാവുമെന്ന് കൺസിഡർ ചെയ്യും. ദെൻ ഇത് ഏകദേശം ഒരു ഈക്വലായിട്ട് വരുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അറേഞ്ച് ചെയ്ത് വെക്കാം. ഓക്കെ.